കള്ള ടാക്സികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ടാക്സി ഡ്രൈവർമാരുടെ സംഘടന പരാതിയുമായി രംഗത്ത്. ടാക്സി ഡ്രൈവർമാരുടെ സംഘടനയായ KTDO ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കള്ള ടാക്സികൾക്കെതിരെ നെടുങ്കണ്ടം ജോയിന്റ് RTOയ്ക്ക് പരാതി നൽകിയത്. വ്യാജമായി ജില്ലയിൽ ഓടുന്ന ടാക്സി വാഹനങ്ങളുടെ വിവരങ്ങൾ സഹിതമാണ് സംഘടന പരാതി നൽകിയിരിക്കുന്നത്. സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് സർവീസ് നടത്തുന്ന ടാക്സി വാഹനങ്ങളെ പ്രതിസന്ധിയിലാക്കിയാണ് കള്ള ടാക്സികൾ ജില്ലയിലുടനീളം പെരുകുന്നത്. കുറഞ്ഞ വാടക നിരക്കിൽ ഇത്തരക്കാർ ഓട്ടം പോകുന്നതിനാൽ പല ടാക്സികൾക്കും ഓട്ടം കുറഞ്ഞു. ഉയർന്ന ടാക്സ്, GPS സംവിധാനം എന്നിവയടക്കം വൻതുക ചെലവഴിച്ച് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ടാക്സി ലൈസൻസോടെ വാഹനങ്ങൾ ഓടുന്നത്. എന്നാൽ ഇവയൊന്നും കൂടാതെയാണ് കള്ള ടാക്സികൾ കുറഞ്ഞ നിരക്കിൽ സർവീസ് നടത്തുന്നത്. ഇതുമൂലം ടാക്സി വാഹനങ്ങൾ നിരക്ക് കുറയ്ക്കേണ്ടി വന്നാൽ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാകുമെന്ന് ടാക്സി ഡ്രൈവർമാരുടെ സംഘടനയായ KTDO ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കള്ള ടാക്സികൾ, അതായത് പ്രൈവറ്റ് ബോർഡ് വെച്ച വണ്ടികൾ ഇഷ്ടംപോലുണ്ട്. ഇതിനെതിരെ ശക്തമായ നടപടികൾ സംസ്ഥാന തലത്ത് മന്ത്രിതലത്തിൽ നിന്നും RTO ഉദ്യോഗസ്ഥന്മാർ തലത്തിൽ നിന്നും ഉണ്ടാകണമെന്നുള്ള അപേക്ഷയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇന്ന് RTO ഓഫീസിൽ ഒരു പരാതി കൊടുക്കുകയും അതുപോലെ തന്നെ കള്ള ടാക്സികളുടെ ലിസ്റ്റ് ഞങ്ങൾ ഇവിടെ ഇന്ന് RTO ഓഫീസിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ടാക്സി വാഹനം ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തെടുക്കണം തന്നെ ഞങ്ങൾക്ക് ഒരു 50,000 രൂപയുടെ അടുത്ത് ഞങ്ങൾക്ക് ചിലവുണ്ട്. അതായത് ഓരോ ടാക്സി സ്റ്റാൻഡുകളുടെ പരിസരത്ത് ഇപ്പം ഞങ്ങളൊരു 10 വണ്ടി ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ടാക്സി ആയിട്ട് ഓടുന്ന ഒരു 50 വണ്ടി കൂടുതലുണ്ട്. ഞങ്ങൾക്ക് ഒരു 5,000 രൂപയുടെ ഒരു ഓട്ടം കിട്ടിയാൽ ഇവരത് 4,000 അല്ലെങ്കിൽ 3,500 രൂപയ്ക്ക് പോകും. അപ്പം ഇവർക്ക് ടാക്സ് അടയ്ക്കേണ്ട, ടെസ്റ്റ് ചെയ്യേണ്ട, ഇൻഷുറൻസ് അടയ്ക്കേണ്ട, GPS വേണ്ട, മറ്റ് സ്പീഡ് ഗവർണർ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവർക്ക് വേണ്ട. നെടുങ്കണ്ടം ജോയിന്റ് RTO ഓഫീസിലെത്തിയ സംഘടനാ ഭാരവാഹികൾ ജില്ലയിലെ വിവിധ മേഖലകളിൽ വ്യാജമായി സർവീസ് നടത്തുന്ന വാഹനങ്ങളുടെ വിവരങ്ങൾ സഹിതമാണ് പരാതി നൽകിയത്. ഇൻഷുറൻസ് പോലും ഇല്ലാതെയാണ് ഇത്തരം വാഹനങ്ങൾ പലതും ഓടുന്നതെന്നും ലഹരിക്കടത്ത് ഉൾപ്പെടെയുള്ളവ നടത്താൻ കള്ള ടാക്സികൾ ഉപയോഗിക്കുന്നുണ്ടെന്നും ഇവർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.